ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം. ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഹൊറർ മൂവീസിന്റെ ദാരിദ്ര്യം ഉണ്ടായിട്ടൊന്നുമല്ല, ചറപറാന്ന് ഞാൻ ഹൊറർ സിനിമകൾ കാണുന്നുണ്ട്. നല്ലത് ഏതെങ്കിലും വരുമ്പോൾ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. മോശം റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് കാര്യമായിട്ട് തോന്നുന്നു. ബട്ട് ഓൺ ഇൻസ്റ്റഗ്രാം എല്ലാ സിനിമയെ പറ്റി, ഞാൻ കാണുന്ന എല്ലാ ഹൊറർ മൂവീസിനെ പറ്റി ഐ പോസ്റ്റ് സ്റ്റോറീസ്. സോ ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൈക്ക് എ ഫുൾ ലെങ്ത് വീഡിയോ ഓർ എ ബ്രേക്ക് ഡൗൺ വീഡിയോ /എക്സ്പ്ലെയിനർ, ജസ്റ്റ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. കാണുന്ന എല്ലാ സിനിമയും ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 3-4 സ്റ്റോറി ഇട്ട് ഉറപ്പിച്ച് റിവ്യൂ ചെയ്യാറുണ്ട്, ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് മൂവീസ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു. ദാറ്റ് ബീയിങ് സെഡ്, ഇന്ന് ഇപ്പൊ വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ച എന്താണെന്ന് വെച്ചാൽ, ബാക്കി സ്ഥിരം ഭയങ്കര വലിയ യൂട്യൂബേഴ്സിന്റെ ഒക്കെ പോലെ നമുക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു സ്റ്റുഡിയോയിലിരുന്ന് വീഡിയോ ഉണ്ടാക്കാനുള്ള അവസരമൊന്നും തൽക്കാലമില്ല. ഐ ഹാവ് വർക്ക് ആൻഡ് വർക്ക് ടേക്സ് അപ്പ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് മൈ ടൈം ആൻഡ് ഐ ഓൾസോ ഹാവ് തിങ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. അപ്പൊ എന്തായാലും കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നല്ലോ, അതുകൊണ്ട് അത് പിന്നെ വ്ളോഗാന്ന് തീരുമാനിച്ചു. ബ്രില്യന്റ് ഐഡിയ. ഐ വിൽ നോട്ട് ബി ഡൂയിങ് ദിസ് റെഗുലർലി. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ സ്ഥിരമായിട്ട് കുക്ക് ചെയ്യാറില്ല, കാരണം അത്രയ്ക്ക് നല്ല കുക്കിംഗ് ആണ് എൻ്റെത്. പിന്നെ ജനറലി ഇങ്ങനത്തെ പണിയൊക്കെ വീട്ടിൽ വേറെ ആരെങ്കിലും ആണ് ചെയ്യാറ്. ഇന്നും ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, അതിൽ എന്തോരൊക്കെ ചെയ്ത് തീർക്കുമെന്ന് കണ്ടറിയാം. അപ്പൊ ഓക്കെ, ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വീഡിയോ ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഡൂയിങ് എനി ടോക്കിംഗ്. ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി മീ. ഓ ബൈ ദ വേ, യാ ഐ നോ, ബാക്കി ഇൻഫ്ലുവൻസേഴ്സിന്റെ പോലെ ഞാൻ ഇൻഫ്ലുവൻസർ അല്ല, എന്നാലും ബാക്കി യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പോലെ ഒരുപാട് റെഡി ആയിട്ട് വരാനുള്ള എനർജി ഒന്നും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഞാൻ നൈറ്റ് ഇട്ടുകൊണ്ട് യൂട്യൂബർ ആവാം. ഓക്കെ ഗൈസ്, ബൈ. ഗോകുലനാഥനായി കള്ളക്കണ്ണൻ രാധയുമായങ്ങു ചേർന്നു നിന്നേ, കാളിന്തിയാറ്റി കുളിക്കുന്നേരം ഗോപികമാർ വന്നു കൂട്ടുകൂടി. വയലെഴുതുപോലെ അഖിലാന്റ മണ്ഡപം അണിയിച്ചു ചാർത്തി പിച്ചു പോരാ. അഖിലാന്റ മണ്ഡലം അണിയിച്ചൊരുക്കി അണിയാകം മഴയകം മഴയച്ചൊരുക്കി ആനന്ദ ദീപം കൊളുത്തി ആഞ്ജനേയ സ്വാമി. ഐ ആം ദ സോറി. ഈ വ്ളോഗിങ്ങിലേക്കൊക്കെ ഞാൻ പുതിയതായത് കൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞുകൊണ്ട് ബാക്കി വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. For the rest of the video I don't think I will be doing any talking. അപ്പം എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ബാക്കി വ്ളോഗ് നമുക്ക് സംസാരിച്ചുകൊണ്ടാവാം. യൂഷ്വലി ഇവിടെ ഞാൻ ഹൊറർ മൂവീസ് റിവ്യൂ ചെയ്യലാണ് പതിവ്. ഇന്നിപ്പോൾ ഇത്തിരി മാറ്റി പിടിച്ചു. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു കിച്ചടിയും പിന്നെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം എന്ന് ഇച്ചിരി ഒരു ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ വീട്ടിലാർക്കും വല്ല അസുഖമൊക്കെ വരും. ബിക്കോസ് ഞങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറിയൊന്നും അധികം തിന്നാത്ത ആൾക്കാരാണ്. കാരണം ഞങ്ങൾ പ്യുവർ നോൺ വെജിറ്റേറിയൻസാണ്. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ചോറിറങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നാട്ടിലുള്ള സകല പച്ചക്കറിയും വാങ്ങിച്ച് കൊന്നം തുന്നും അരിഞ്ഞ് ഒരു കിച്ചടിയും പിന്നെ ഒരു സ്റ്റർ ഫ്രൈയും കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നോ, എനിക്ക് വ്ളോഗ് ചെയ്ത് വലിയ ശീലമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടേക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണോ? നാട്ടിലെവിടെയാണ്? കമൻറ്റിൽ പറഞ്ഞു തരൂ പ്ലീസ്. എന്നെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ അത് ചോദിച്ചോളൂ. എനിക്ക് കുക്കിംഗ് പൊതുവേ ഇഷ്ടമല്ലാത്ത ആളാണ്. എനിക്ക് എപ്പോഴും ഈ തീൻ്റെ മുമ്പിൽ നിന്ന് ഇളക്കുമ്പോൾ എന്തോ മന്ത്രവാദമൊക്കെ ചെയ്യുന്നൊരു ഫീലിംഗ് ആണ്. അത് കാരണം കുക്കിംഗ് യൂഷ്വലി ഹസ്ബൻഡാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള വീട്ടിലെ മറ്റു പണികൾ ലൈക്ക് തുണി അലക്കൽ, തുണിയെടുത്ത് വിരിക്കൽ, തുണി മടക്കി വെക്കൽ, ഇതെല്ലാം ഞാനാണ് ചെയ്യണത്. പിന്നെ ഇതൊന്നും പോരാണ്ട് ഞാൻ തുണി ഉടുക്കാറുമുണ്ട്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്ളോഗിങ്ങിലേക്ക് ഞാൻ പുതിയതാണ്. പിന്നെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് 5 മിനിറ്റിൽ മിനിമം 20 ചളി അടിച്ചില്ലെങ്കിൽ എനിക്ക് ഞാനല്ല എന്ന് തോന്നും. അതുകൊണ്ട് പറ്റിപ്പോയതാണ്. എല്ലാവരും ക്ഷമിക്കണം. പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് നവംബർ തീരാറായി. ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഓൾറെഡി ഡിസംബർ ആയിട്ടുണ്ടാവും. പക്ഷേ ക്രിസ്മസിനുള്ള സാധനങ്ങളൊന്നും ഞാൻ വാങ്ങി തുടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് വീക്കെൻഡിൽ മാത്രമേ നമ്മൾ ഫ്രീ ഉള്ളൂ ഷോപ്പിംഗ് ചെയ്യാനും പിള്ളേരെയും കൊണ്ട് പുറത്ത് പോകാനും ഒക്കെ. അപ്പോൾ ഈ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ടൊരു പ്ലാൻ ഇട്ടു, വിച്ച് ഇസ് ടു ഗോ ടു IKEA ആൻഡ് ഗെറ്റ് ക്രിസ്മസ് ട്രീ.
ഇനി ഐക്യയിൽ അഥവാ എനിക്ക് ട്രീ എങ്ങാനും ഇഷ്ടമായില്ലെങ്കിൽ ദ പ്ലാൻ ഇസ് ടു ഗോ ടു കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കുറേയും കൂടെ പോപ്പപ്പ് സ്റ്റോഴ്സ് ഉണ്ട്, സീസണലായിട്ട് മാത്രം വരുന്ന ഷോപ്സ്. കുറച്ചും കൂടെ എക്സ്പെൻസീവ് സാധനങ്ങളാണ്, പക്ഷേ സാധനങ്ങളെല്ലാം അത്യാവശ്യം പ്രീമിയമാണ്. ഞാൻ പോവുകയാണെങ്കിൽ അതിൻ്റെയും വീഡിയോ എടുത്ത് കാണിക്കാം വിത്ത് പ്രൈസസ് ആൻഡ് അൺബോക്സിങ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ആർക്കെങ്കിലും പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി ആ വീഡിയോ നിങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ 2 കറി തന്നെ ഉണ്ടാക്കാൻ എനിക്ക് എത്ര സമയം എടുക്കണമെന്ന് നോക്കിക്കേ. ഇതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കാത്തത്. തിന്നാൻ 5 മിനിറ്റ് മതി ഈ 1 മണിക്കൂർ എടുത്തിട്ട് ഉണ്ടാക്കുന്ന സാധനം ഫുൾ. പിന്നെ നാളെ ആകുമ്പോൾ ഇത് പിന്നെയും ചെയ്യണം. എന്താ ഇത്? ഇതിലും വലിയൊരു സ്കാം ലോകത്തില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ആസ് യു ക്യാൻ സീ കോളിഫ്ലവർ, സ്പ്രിംഗ് അനിയൻ, ചിക്കൻ, അന്ന് അടുക്കളയല്ല എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല, ക്യാരറ്റ്, ഈ വക എല്ലാം എടുത്തുകൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ അടുക്കളയിൽ വന്നിട്ടുണ്ട്. ഇനി ലൈക്ക് ഐ സെഡ് ബിഫോർ, ഒരു ഖിച്ചടിയും ഒരു വെജിറ്റബിൾ സ്റ്റർ ഫ്രൈയും ആണ് ഗോള്. ഖിച്ചടിയിൽ നമ്മൾ റൈസ് ഇടും, അത് ചെറിയ മോള് മാത്രമേ കഴിക്കുകയുള്ളൂ. സ്റ്റർ ഫ്രൈ ഞങ്ങളാരും അങ്ങനെ ചോറ് അധികം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല. വി വിൽ ജസ്റ്റ് ഈറ്റ് വെജിറ്റബിൾസ് ആൻഡ് പ്രോട്ടീൻ, ഏതെങ്കിലും മിക്കവാറും ചിക്കൻ അല്ലെങ്കിൽ എഗ്സ്. ഞാൻ എഗ്ഗ് കഴിക്കില്ല, ബാക്കി വീട്ടിലുള്ള എല്ലാവരും കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും തീരാത്ത. എല്ലാ ദിവസവും കുക്കിംഗ് ചെയ്യുന്ന ലേഡീസിനോട് എനിക്ക് എപ്പോഴും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കേണ്ടതെന്ന് എങ്ങനെയാണ് തോന്നുന്നത്? ലൈക്ക് എനിക്കൊക്കെ രാവിലെ എണീറ്റിട്ട് എന്ത് ഉണ്ടാക്കണമെന്ന് അറിയില്ല. എന്നിട്ട് ഞാനൊരു 20 മിനിറ്റ് ഗൂഗിൾ ചെയ്ത് കളയും. എന്നിട്ട് ഗൂഗിൾ ചെയ്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി കഴിയുമ്പോഴേക്കും കുക്ക് ചെയ്യാനുള്ള മൂടും പോയിട്ടുണ്ടാവും. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അടുപ്പിലിരിക്കുന്ന കറി ഇളക്കുന്ന ഞാൻ എന്തിനാ ഈ മന്ദഹസിക്കുന്നത് എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ഇസ് ദാറ്റ് ഞാൻ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മാത്രമാണോ പുള്ളി ഭയങ്കര സ്മാർട്ടായിട്ട് തോന്നണേ? ഏതായാലും നമ്മുടെ സ്റ്റർ ഫ്രൈയും ഖിച്ചടിയും ഒക്കെ ഒരുവിധമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇച്ചിരി TV കണ്ടുകൊണ്ട് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച് എന്നോട് എൻ്റെ മോള് പറഞ്ഞു. എൻ്റെ കുളിക്കാത്ത കോലം കണ്ടിട്ട് മോൾക്ക് എന്നെ സഹതാപം തോന്നി. അവൾ എന്നെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ടെന്ന് എൻ്റെ തലയിൽ കമത്തി. കുളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്ലാൻസ് ബാക്കിയുള്ള ടാസ്ക്സ് എല്ലാം ഫിനിഷ് ചെയ്യൽ. പക്ഷേ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി വീട്ടിൽ പണിയെടുക്കാനൊന്നും എന്നെ കൊണ്ടുപോയ, അതുകൊണ്ട് ഞാൻ ഐക്യയിൽ പോയി ക്രിസ്മസ് ഷോപ്പിംഗ് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് പിന്നെയും കാണാം. ഐക്യയിൽ ചെയ്ത ഷോപ്പിങ്ങിൻ്റെ വീഡിയോ വേറെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയാൽ അതും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ദിസ് ഈസ് അൺബിലീവബിൾ. ബൈ. PS IKEA was lit AF.